SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ നടപടിയെ പൂർണ്ണമായും ശരിവച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ജസ്റ്റിസ് പി ഉബൈദിന്റെ ബെഞ്ചാണ് വിധി പറഞ്ഞത്. ഏറ്റവും സുപ്രധാനമായ വിധി, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസദായകമായ വിധി പ്രസ്താവം ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ CBI കോടതിയുടെ വിധിയെ ശരിവച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ജസ്റ്റിസ് പി ഉബൈദിന്റെ ബെഞ്ചാണ് അല്പസമയം മുൻപ് ഈ വിധി പ്രസ്താവം നടത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിണറായി വിജയനെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നും പിണറായി വിജയൻ ഇതിലെ കാര്യത്തിലെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായ പങ്കാളിത്തമുള്ളതായി പറയാൻ കഴിയില്ല എന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. പിണറായി വിജയൻ ഈ കേസിൽ ഉത്തരവാദിയല്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്താൻ കഴിയില്ല. ഈ പദ്ധതിക്ക് വേണ്ടി മലബാർ ക്യാൻസർ സെന്ററിൽ പണം നിക്ഷേപിക്കാമെന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് ജസ്റ്റിസ് പി ഉബൈദിന്റെ ബെഞ്ച് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ചെയർമാൻ, ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇതൊരു വലിയ അങ്ങനത്തെ കരാറായി കണക്കാക്കാൻ കഴിയില്ല. പിണറായി വിജയൻ വിചാരണ നേരിടണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു. എന്നാൽ ഈ കേസിൽ ഒഴിവാക്കപ്പെട്ട 3 പേർ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. അത് ഉദ്യോഗസ്ഥരാണ്. ചെയർമാനും ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് ഇതിലുണ്ടായിട്ടുള്ള അസ്വാഭാവികതകൾക്ക് ഉത്തരവാദിത്തമെന്ന് ഹൈക്കോടതി അർത്ഥസംഖ്യയില്ലാതെ പറയുന്നു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായ ഒരു വിധി പ്രസ്താവം വന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസദായകമായ ഒന്ന്, അദ്ദേഹത്തെ രാഷ്ട്രീയമായി കൂടുതൽ കരുത്തനാക്കുന്ന ഒരു വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. 2, 3, 4 പ്രതികളാണ് വിചാരണ നേരിടണമെന്ന് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വാഗ്ദാനം നൽകലിനെ ഒരു കരാറായോ അത് ലംഘിക്കപ്പെടുമ്പോൾ അതിനെ കരാർ ലംഘനമായോ കണക്കാക്കാൻ കഴിയില്ല എന്നതാണ് ഹൈക്കോടതിയുടെ ഇക്കാര്യത്തിലുള്ള തീർപ്പ്. ഇക്കാര്യത്തിൽ ചൂസ് ആൻഡ് പിക്ക് എന്ന സമീപനം സ്വീകരിച്ചു എന്നതാണ് CBI സ്വീകരിച്ചു എന്ന വിമർശനം കോടതി ഉന്നയിച്ചു. പിന്നീട് പല മന്ത്രിമാർ വന്നിട്ടും ഒരാളെ മാത്രം തെരഞ്ഞെടുത്ത് പ്രതിയാക്കിയത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞത്. CBI ഒരാളെ മാത്രമാണ് പ്രതിയാക്കിയത്. അതുകൊണ്ട് തന്നെ CBIയുടെ ഇക്കാര്യത്തിലുള്ള ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് കോടതി വ്യക്തമാക്കുകയാണ്. പിണറായിക്കെതിരെയുള്ള ആരോപണങ്ങൾ വസ്തുതാപരമല്ല, അത് പ്രഥമ ദൃഷ്ട്യാ കേസില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിനോട് ഈ കേസിൽ ചില ആളുകൾക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് കൂടി കോടതി വ്യക്തമാക്കുകയും ചെയ്തു.